ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് വരാൻ പോകുന്നത്. ജയ ഏകാദശി അല്ലെങ്കിൽ ഭൈമി ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ജാനുവരി മാസം 28 വൈകുന്നേരം 4:35 മുതൽ 2026 ജാനുവരി മാസം 29 1:55 വരെയാണ്. അങ്ങനെ വരുമ്പോൾ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം, അതായത് 2026 ജാനുവരി മാസം 29 നമ്മൾ ഏകാദശിയായി, വൈഷ്ണവ ഏകാദശിയായി, മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായി ആചരിക്കുന്നു. ഈ ഏകാദശിക്ക് പറയുന്ന പേര് ജയ ഏകാദശി എന്നാണ്. ഭൈമി ഏകാദശി എന്ന മറ്റൊരു പേരും കൂടി ഈ ഏകാദശിക്കുണ്ട്. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് ഏകാദശിയാണ്. അതിന് കാരണം ഏകാദശി വ്രതം എടുക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്, പാപനാശനത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ, ഈ ജന്മങ്ങളിലും കഴിഞ്ഞ ജന്മങ്ങളിലുമൊക്കെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് അവനൊരു മോചനം ലഭിക്കണമെന്നുള്ളതും ആ പാപം അടുത്ത തലമുറകളിലേക്ക് പകർന്നു പോകരുത് എന്നുള്ളതും, അവസാനം അവന് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കണം, മോക്ഷം ലഭിക്കണം, ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചനം ലഭിക്കണം. ഇതാണ് ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഗ്രഹം. ഭഗവാന്റെ കാരുണ്യം അവനെപ്പോഴും ഉണ്ടാകണം, ഭഗവാനോട് എപ്പോഴും ചേർന്നിരിക്കണം, നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കണം. ഇതാണ് ഒരു മനുഷ്യൻ്റെ, ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്ന മാർഗമാണ് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത്. മഹാവിഷ്ണുവാണ് അധിഷ്ഠാന ദേവത. മഹാവിഷ്ണുവിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്? സാധാരണ പണ്ട് കേരളത്തിൽ അരിഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരു രീതി നിലവിലുണ്ട്. ഇന്നും ധാരാളം ആളുകൾ അരിഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഉപ്പുമാവ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പലഹാരങ്ങൾ ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ പൂർണ്ണമായ വൈഷ്ണവ വിശ്വാസം അനുസരിച്ചിട്ട് വൈഷ്ണവരെവിടെയാണ് ഏറ്റവും കൂടുതലായി വസിക്കുന്നത്? അവർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. പൂർണ്ണമായ വൈഷ്ണവ വിശ്വാസം അനുസരിച്ചിട്ട് ഒരു തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും അന്നേ ദിവസം നമ്മൾ ഉപയോഗിക്കാറില്ല. അതായത് അരി, ഗോതമ്പ്, റാഗി, തിന, ഓട്സ്, അതുപോലെ തന്നെ റവ, ഇങ്ങനെയുള്ള ചെറുപയർ, കടല, പരിപ്പ്, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ള സാധനങ്ങൾ പാലുൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, നിലക്കടല അതായത് കപ്പലണ്ടി, ചൗവരി, സാബുദന, ഇതൊക്കെയാണ് ഉപയോഗിക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കാം ഏകാദശി ദിവസം. അല്ലെങ്കിൽ പൂർണ്ണമായ ഉപവാസം നമുക്ക് അനുഷ്ഠിക്കാം. ജലം മാത്രം കുടിച്ചിരിക്കാം. പാലും പഴങ്ങളും കഴിച്ചിരിക്കാം. ഒരു നേരം മാത്രം ഏകാദശി പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതായത് പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പുഴുക്ക്. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ വെള്ളരിക്ക, കുമ്പളങ്ങ, പടവലങ്ങ, ക്യാരറ്റ്, ചേന, ചേമ്പ്, കാച്ചിൽ അല്ലെങ്കിൽ കപ്പ, ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് നമ്മൾ അല്പം ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത്, പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ അത് ചേർക്കാം, കുറച്ച് ചേർത്ത് നമ്മൾ വേവിച്ച് അതിനകത്തേക്ക് തേങ്ങ ചതച്ചതും ചേർത്ത് കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമുക്കൊരു
ഏകാദശി പുഴുക്കുണ്ടാക്കി കഴിക്കാം. പക്ഷെ അതിനകത്തേക്ക് പയറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കരുത്. അതുകൂടാതെ വെളുത്തുള്ളി, ചുമന്നുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളും ചേർക്കാൻ പാടില്ല. അല്ലാതെ ഒരു പുഴുക്കുണ്ടാക്കി നിങ്ങൾക്കതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടിക്കഴിക്കാം. ചമ്മന്തി അരയ്ക്കുമ്പോൾ തേങ്ങയും അല്പം ഇഞ്ചിയും ഒക്കെ ചേർത്ത് ചമ്മന്തി അരയ്ക്കണം. പക്ഷേ ഒരു കാരണവശാലും ചുമന്നുള്ളി ചേർക്കരുത്. ആ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം. അപ്പോഴും ഉള്ളി ചേർക്കാത്ത ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് കഴിക്കാം. അത് ഒരു നേരം കഴിക്കാം, 3 നേരം കഴിക്കാം. എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി അതനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏകാദശി ദിവസം നമ്മൾ ആഹാരം കഴിക്കുകയല്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? പ്രസാദമായി സ്വീകരിക്കുകയാണ്. നമ്മളൊരു പഴം കഴിച്ചാൽ പോലും അത് ഭഗവാൻ ഒന്ന് സമർപ്പിച്ചതിന് ശേഷം, ഇനി ഏകാദശി പുഴുക്കാണ് നമ്മൾ കഴിക്കുന്നത്, ഒരു കുഞ്ഞു പാത്രത്തിൽ അതെടുത്ത് ഒന്ന് വിളക്ക് കത്തിച്ച് ഭഗവാന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചതിന് ശേഷം പിന്നീടത് പ്രസാദമായിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്വീകരിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പുഴുക്കുണ്ടാക്കി അതിനകത്തുനിന്നും ഒരു കൊച്ചു പാത്രത്തിൽ എടുത്ത് അതിൻ്റെ പുറത്ത് ഒരു തുളസിയിലയൊക്കെ സമർപ്പിച്ച് ഭഗവാനെ വിളക്ക് കത്തിച്ച് സമർപ്പിച്ചതിന് ശേഷം ആ പുഴുക്ക് നമ്മൾ ആ പാത്രത്തോടെ എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ വലിയ പാത്രത്തിനകത്തേക്ക് ചേർത്ത് ഇളക്കിയതിന് ശേഷം അത് നമുക്ക് പ്രസാദമായിട്ട് സ്വീകരിക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏകാദശി ദിവസം നമ്മൾ ഭക്ഷിക്കുകയല്ല, പ്രസാദം സ്വീകരിക്കുകയാണ്. ആ കാര്യം ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ഉണ്ടാക്കി നമുക്ക് ജോലി സ്ഥലത്ത് കൊണ്ടുപോവുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഏകാദശി ദിവസത്തെ ഭക്ഷണക്രമം. അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കുക, നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം എങ്ങനെയാണോ വ്രതം അനുഷ്ഠിക്കുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോവുക. സാധാരണയുള്ള സംശയമാണ് ചായ കുടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. എല്ലാ ഏകാദശി വീഡിയോയുടെ താഴെയും ഇങ്ങനെയൊരു ചോദ്യം വരാറുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇത് പറയുന്നത്. ചായ കുടിക്കാം, നിർബന്ധമാണെങ്കിൽ ചായ കുടിക്കാം, നിർബന്ധമല്ലെങ്കിൽ ചായ കുടിക്കേണ്ട. ചില ആളുകൾക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. അങ്ങനെയുള്ള ആളുകൾ ഒരു ചായ, രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ, അങ്ങനെയൊന്ന് ക്രമപ്പെടുത്തുക. അത് കുഴപ്പമില്ലാത്ത ആളുകൾ ഉപേക്ഷിച്ചു കൊള്ളുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. പകലൊന്നും ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ കിടന്നുറങ്ങാറില്ല. പക്ഷേ അസുഖമുള്ള ആളുകൾ, പ്രായമായ ആളുകൾ, അവർക്ക് അല്പസമയം അവരൊന്ന് ഉറങ്ങി എന്നതുകൊണ്ട് ഏകാദശി വ്രതത്തിന് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല. ഭഗവാന് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മളെ രക്ഷിക്കുന്നവനാണ് ഭഗവാൻ, നമ്മളെ സ്നേഹിക്കുന്നവനാണ് ഭഗവാൻ. അല്ലാതെ നീ ഇങ്ങനെ കഠിനമായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അടുത്ത് ഇരിക്കണമെന്ന് പറയുന്ന ഒരു ദുഷ്ടശക്തിയൊന്നുമല്ല ഭഗവാൻ. ഭഗവാൻ കരുണാമയനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് നന്മയുള്ള മനസ്സോടുകൂടി നന്മ ചെയ്ത് ഒരു മനുഷ്യനെങ്കിലും വാക്കുകൊണ്ടെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ട് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നാമം ജപിച്ചിരിക്കുന്നവരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. മാനവ സേവയാണ് മാധവ സേവ എന്ന് അറിഞ്ഞുകൊള്ളുക. അല്ലാതെ ഇങ്ങനെ പ്രഹസനം കാണിച്ചതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. അങ്ങനെയുള്ള ആളുകളെയൊന്നും ഭഗവാൻ യാതൊരു മൈൻഡും ചെയ്യില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകമായി ഓർക്കുക. അതിനുശേഷം ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കണം, ഭഗവാന്റെ കഥകൾ വായിക്കണം, കേൾക്കണം, പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നാമജപം അത് എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്രയും തവണ ജപിക്കുക. പിന്നീടുള്ള കാര്യം, പിറ്റേ ദിവസം ഏകാദശിയുടെ പിറ്റേ ദിവസം അന്നേ ദിവസം പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായി വ്രതം അവസാനിപ്പിക്കണം. ഏകാദശി അവസാനിപ്പിക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. ഓരോ സ്ഥലത്തും പാരണ വീടുന്നതിന് ഓരോരോ സമയങ്ങളുണ്ട്. അത് ഏകാദശി തിഥിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസമാണ്. കുറേ സ്ഥലങ്ങളിലെ പാരണാ സമയങ്ങൾ നമ്മൾ പറയാറുണ്ട്. ആ സ്ഥലങ്ങളിലെ പാരണാ സമയം കൂടി ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഉൾപ്പെടുത്താം. ഹരിവാസര സമയവും പറയാം. അതുകൂടാതെ ഏകാദശിയുടെ കഥയും. എല്ലാ ഏകാദശിക്കും കഥകളുണ്ട്. കഥ നമ്മൾ അറിഞ്ഞിരിക്കണം. കഥ പറഞ്ഞു തന്നെ നമ്മുടെ വ്രതം അവസാനിപ്പിക്കണം. അതായത് ഏകാദശിയുടെ പാരണാ സമയത്ത് നമ്മൾ ഈ കഥ ഇങ്ങനെ പറയണം. ഇങ്ങനെ കഥ പറഞ്ഞ് അല്ലെങ്കിൽ കഥ കേൾക്കണം. കഥ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വീഡിയോയുടെ കഥാഭാഗം മാത്രം ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കേൾക്കണം. കേട്ടിട്ട് ഭഗവാനെ ഇന്ന ആളെ ഭഗവാൻ രക്ഷിച്ചതുപോലെ അല്ലെ ഇന്ന ആളുടെ പാപങ്ങൾ ഭഗവാൻ തീർത്തതുപോലെ എന്നെയും അനുഗ്രഹിക്കണമേ, എൻ്റെ പാപങ്ങളും തീർത്ത് തരയണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഏകാദശി ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ ഏകാദശി
പൂർത്തിയാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഓരോ കഥകളും പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏകാദശിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാനുള്ളത്. ഏകാദശിയുടെ തലേ ദിവസം നമ്മൾ ഒരിക്കലുണ്ണണം. അന്നും മത്സ്യവും മാംസവും ഒന്നും കഴിക്കാൻ പാടില്ല. ഉള്ളിയും വെളുത്തുള്ളി മുതലായ വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഏകാദശിയുടെ തലേ ദിവസം, പിറ്റേ ദിവസം ഏകാദശിയുടെ പാരണ വീടിയതിനു ശേഷവും നമ്മൾ ആ ഒരു വ്രതശുദ്ധിയോടുകൂടി തന്നെ ഇരിക്കണം. അന്നും നോൺ വെജൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അന്നും ഒരിക്കലുണ്ടാൽ അത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. അതായത് രാവിലെ നമ്മൾ പാരണ വീടി പിന്നെ നമ്മൾ പഴങ്ങളോ എന്തെങ്കിലും ഒന്ന് കഴിച്ച് ഉച്ചയ്ക്ക് വളരെ ലഘുവായിട്ട് അല്പം ചോറുണ്ടു സന്ധ്യയ്ക്ക് മുമ്പ് മറ്റെന്തെങ്കിലും ആഹാരം കഴിച്ച് നിർത്തി നാമം ജപിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ 3 ദിവസവും ഒന്ന് ശുദ്ധമായിട്ടിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഐശ്വര്യം നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഇടയിലേക്കുമൊക്കെ വ്യാപിക്കും. ആ കാര്യം ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. കഴിയുന്നതും ആരോടും ആ ദിവസങ്ങളിൽ ദേഷ്യപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലരും നമ്മൾ വ്രതം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മളോട് ദേഷ്യപ്പെടാനും നമുക്ക് ദേഷ്യം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും. അത് ഒരു നെഗറ്റീവ് എനർജികളുടെ കളിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ഏകാദശിയാണ് അല്ലെങ്കിൽ ഷഷ്ടിയാണ് എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരും. അതെന്തുകൊണ്ടാണ്? നമ്മൾ നന്നാകാൻ പോകുമ്പോൾ അതിനെ മോശപ്പെടുത്താൻ കലിയുഗത്തിൽ ധാരാളം ശക്തികൾ ഉണ്ടാകും. ഒരിക്കലും ഈ നന്നാവരുത്. കാരണം എന്താണ്? ഇത് കലിയുഗമാണ്. ഇവിടെ ധർമ്മത്തിന് സത്യത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഇവിടെ കള്ളവും വഞ്ചനയും മാത്രമാണ് ഈ യുഗത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കലിയുടെ ഒരു ഇടപെടൽ നമ്മൾ നന്നാകാൻ പോകുന്ന സമയത്ത് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥ ഒരു ഭക്തൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാകും. ആ പ്രതിസന്ധികളെ ആരാണോ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നത് അവനാണ് വിജയത്തിലേക്ക് എത്തുന്നത്. ആ കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ഏകാദശി എടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് മനപ്രയാസമുണ്ടായി, നമ്മളെ ആളുകൾ മനപ്രയാസപ്പെടുത്തുന്നു, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഇത് വേണ്ട എന്ന് വെച്ചാൽ നിങ്ങൾ തോറ്റു. കഴിവതും നമ്മൾ മിണ്ടാതെ ഇരുന്ന് ഇതെല്ലാം കലിയുടെ കളികളാണ്, ഞാൻ ശരിയായ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നു, എന്നെ തടസ്സപ്പെടുത്തുന്നു, അതിൻ്റെ കാരണം ഞാനിപ്പോൾ ശരിയായ റൂട്ടിലാണ്, ഞാൻ ഈശ്വരനിലേക്ക് അടുക്കുന്നു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുകയാണ് വേണ്ടത്. അതോടുകൂടി നിങ്ങൾ കൂടുതൽ നാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു ഏകാദശി എന്ന ആ പുണ്യ വ്രതത്തിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണല്ലോ ചില ശത്രുക്കൾ നമ്മൾ ശരിയായ മാർഗത്തിലേക്ക് പോകുമ്പോൾ എന്തു ചെയ്യും? നമ്മുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനായിട്ട് പല രീതിയിലും അവർ ശ്രമിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കണം എന്താണ്? നമ്മൾ ശരിയായ ട്രാക്കിലാണ് പോകുന്നത്. ഈ കാര്യം ഒന്ന് പ്രത്യേകം ഓർത്ത് വെച്ചുകൊള്ളുക. ഇനി നമുക്ക് ആദ്യമായിട്ട് പാരണാസമയം പറയാം, അതിനുശേഷം കഥ പറയാം, പിന്നീട് ഹരിവാസര സമയവും പറയാം. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി ഇരുന്ന് വീഡിയോ അവസാനം വരെ കേൾക്കണം. കഥ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് പാരണാസമയം ഒന്ന് നോക്കാം. പാരണ വീടുന്നത് എങ്ങനെയാണ്? വിളക്ക് തെളിയിച്ച് ഭഗവാൻ എന്തെങ്കിലും നൈവേദ്യം സമർപ്പിച്ച് കഥ പറഞ്ഞ് നമസ്കരിച്ച് പാരണ വീടണം. ഇനി അതല്ല, ക്ഷേത്രത്തിൽ പോയാണെങ്കിലും കഥ പറഞ്ഞ് തീർത്ഥം സേവിച്ച് പാരണ വീടണം. കേരളത്തിൽ 30-ാം തീയതിയാണ്, 29-ാം തീയതി ഏകാദശി, 30-ന് പാരണ, 30-ാം തീയതി രാവിലെ 6:47 മുതൽ 10:41 വരെയാണ് സമയം. തമിഴ്നാട് 6:36 മുതൽ 10:27 വരെ, കർണാടക 6:46 മുതൽ 10:37 വരെ, തെലുങ്കാന 6:49 മുതൽ 10:36 വരെ, ഗോവ 7:05 മുതൽ 10:54 വരെ, ഒറീസ 6:23 മുതൽ 10:08 വരെ, മഹാരാഷ്ട്ര 7:13 മുതൽ 10:59 വരെ, ഗുജറാത്ത് 7:30 മുതൽ 11:09 വരെ, മധ്യപ്രദേശ് 7:01 മുതൽ 10:43 വരെ, UP 6:53 മുതൽ 10:31 വരെ, ഡൽഹി 7:10 മുതൽ 10:47 വരെ,
ഹരിയാന 7:16 മുതൽ 10:49 വരെ. കാശ്മീർ 7:27 മുതൽ 10:58 വരെ. ഛത്തീസ്ഗഡ് 7:16 മുതൽ 10:49 വരെ. ജാർഖണ്ഡ് 6:30 മുതൽ 10:11 വരെ. ഉത്തരാഖണ്ഡ് 7:10 മുതൽ 10:44 വരെ. ഹിമാചൽ പ്രദേശ് 7:15 മുതൽ 10:48 വരെ. പഞ്ചാബ് 7:20 മുതൽ 10:53 വരെ. രാജസ്ഥാൻ 7:13 മുതൽ 10:51 വരെ. ബീഹാർ 6:34 മുതൽ 10:13 വരെ. ആസാം 6:08 മുതൽ 9:47 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:44 മുതൽ 9:36 വരെ. വെസ്റ്റ് ബംഗാൾ 6:16 മുതൽ 9:59 വരെ. ഡെറാഡൂൺ 7:10 മുതൽ 10:44 വരെ. ആന്ധ്രാപ്രദേശ് 6:40 മുതൽ 10:30 വരെ. ദുബായിൽ 7:03 മുതൽ 9:39 വരെ. അബുദാബി 7:05 മുതൽ 9:39 വരെ. ബഹ്റിൻ 6:23 മുതൽ 8:39 വരെ. കുവൈറ്റ് 6:39 മുതൽ 8:39 വരെ. റിയാദ് സൗദി അറേബ്യ 6:36 മുതൽ 8:39 വരെ. ദോഹ ഖത്തർ 6:18 മുതൽ 8:39 വരെ. ഷാർജ 7:02 മുതൽ 9:39 വരെ. ഒമാൻ 6:48 മുതൽ 9:39 വരെ. സ്കോട്ട്ലാൻഡ് എഡിൻബർഗ് 8:11 മുതൽ 11:01 വരെ. UK മാഞ്ചസ്റ്റർ 7:57 മുതൽ 10:54 വരെ. അർമേനിയ 8:13 മുതൽ 9:39 വരെ. ജർമ്മനി 7:51 മുതൽ 10:50 വരെ. ലിബിയ 8:04 മുതൽ 11:35 വരെ. നൈജീരിയ 6:51 മുതൽ 10:46 വരെ. സ്വീഡൻ 8:03 മുതൽ 10:42 വരെ. ഇറ്റലി 7:25 മുതൽ 10:44 വരെ. സിംഗപ്പൂർ 7:16 മുതൽ 11:17 വരെ. ചൈന 7:04 മുതൽ 10:29 വരെ. മാലിദ്വീപ്സ് 6:21 മുതൽ 10:20 വരെ. മലേഷ്യ 7:27 മുതൽ 11:27 വരെ. പോണ്ടിച്ചേരി 6:36 മുതൽ 10:28 വരെ. സാംബിയ 6:56 മുതൽ 7:39 വരെ. ഇസ്രായേൽ 7:25 മുതൽ 10:44 വരെ. സൗത്ത് ആഫ്രിക്ക 6:06 മുതൽ 7:39 വരെ. ജോർജിയ 8:15 മുതൽ 9:39 വരെ. ഉഗാണ്ട 7 മണി മുതൽ 8:39 വരെ. അമേരിക്ക ന്യൂയോർക്ക് 7:08 മുതൽ 10:29 വരെ. കാനഡ 7:26 മുതൽ 10:39 വരെ. ഓസ്ട്രേലിയ 6:20 മുതൽ 10:58 വരെ. ഓസ്ട്രേലിയ 6:20 മുതൽ 10:58 വരെ. ന്യൂസിലാൻഡ് 6:24 മുതൽ 11:11 വരെ. റഷ്യ 8:27 മുതൽ 8:39 വരെ. റഷ്യ 8:27 മുതൽ 8:39 വരെ. ഫിലിപ്പൈൻസ് 6:25 മുതൽ 10:15 വരെ. അയർലൻഡ് 8:13 മുതൽ 11:10 വരെ. ഫിൻലാൻഡ് 8:40 മുതൽ 11:16 വരെ. ഇനി 28-ാം തീയതി ഏകാദശിയും 29-ാം തീയതി പാരണ വീടുകയും ചെയ്യേണ്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് സാൻ ഫ്രാൻസിസ്കോ. അവിടെ 28-ാം തീയതിയാണ് ഏകാദശി, 29 പാരണ. 29-ാം തീയതി 7:16 മുതൽ 10:41 വരെയാണ്. വാൻകോവർ, ബ്രിട്ടീഷ് കൊളംബിയ. 28-ാം തീയതി ഏകാദശി, 29 പാരണ. 7:47 മുതൽ 10:53 വരെ. ജോർദാനിൽ 28 ഏകാദശി, 29 പാരണ. 29-ാം തീയതി രാവിലെ 7:43 മുതൽ 10:51 വരെ. മാൾട്ടയിലും 28 ഏകാദശി, 29 പാരണ.
29-ാം തീയതി രാവിലെ 7:44 മുതൽ 10:51 വരെ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സ്ഥിരമായി പാരണാ സമയങ്ങൾ പറയുന്നത്. ഏതെങ്കിലും സ്ഥലം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ചോദിച്ചു കൊള്ളുക. അതുകൂടാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലെ ഏകാദശിയുടെ സമയം അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ഇടുക. ആ കമൻറ്റിന് ഞാൻ മറുപടി നൽകാം. അപ്പോൾ ഏകാദശിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഏകദേശ രൂപമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ശ്രേഷ്ഠമായ ഏകാദശിയാണ് ഈ ജയ ഏകാദശി അല്ലെങ്കിൽ ഭൈമി ഏകാദശി. പത്മപുരാണത്തിലൊക്കെ ഈ ഏകാദശിയെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. അതുകൂടാതെ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് കൂട്ടായ്മ കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും ബ്രഹ്മമുഹൂർത്തവും അതുപോലെ തന്നെ ഉദയം, അസ്തമയം, അതുപോലെ മുഹൂർത്ത സമയങ്ങൾ, രാഹുകാലം, യമകണ്ഠകാലം, ഇങ്ങനെയുള്ള മുഹൂർത്ത സമയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അതിനകത്തൂടെ അറിയാനായിട്ട് സാധിക്കും. അതിൽ എൻ്റെ നമ്പറുണ്ട്. എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ അയക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് ഏകാദശിയുടെ കഥ പറയാം. ഏകാദശിയുടെ കഥ വളരെ നിർബന്ധമാണ്. ഏകാദശിയുടെ കഥ ഏകാദശി ദിവസം നമ്മൾ പാരായണം ചെയ്യുകയും പാരണാ സമയത്ത് പാരായണം ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ കേട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ഏകാദശി പൂർത്തിയാവുകയുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണനോട് യുധിഷ്ഠിരനാണ് ചോദിക്കുന്നത്, അല്ലയോ കൃഷ്ണ, മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ പേരെന്താണ്? ആ ഏകാദശി എങ്ങനെയാണ് ആചരിക്കേണ്ടത്? എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ബ്രഹ്മഹത്യാപാപം പോലും തീർക്കാനുള്ള കഴിവുള്ള ഏകാദശിയാണ്. അതായത് ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് ഏറ്റവും വലിയ പാപങ്ങളിൽ ഒരു പാപമാണ് ബ്രഹ്മജ്ഞാനമുള്ളവനെ വധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഗോവധം, ഇതൊക്കെ വലിയ പാപമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ബ്രഹ്മജ്ഞാനമുള്ളവനെ അവനെ വധിച്ചാൽ പോലും ആ പാപം പോലും നമ്മൾ പശ്ചാത്തപിച്ച് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ പാപങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകും, ആ പാപങ്ങളിൽ നിന്ന് പോലും മോചനമുണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പശ്ചാത്താപമുണ്ടാകണം, ചെയ്ത തെറ്റിനെ പറ്റി കൃത്യമായ ബോധ്യമുണ്ടാകണം, ഏറ്റുപറഞ്ഞ് ആ പാപമോചനം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ ഒരു സ്നേഹം നമുക്കുണ്ടാകുമെന്നും ഭഗവാൻ ക്ഷമിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അത്രത്തോളം ശക്തിമത്തായ ഒരു ഏകാദശിയാണ് ഈ മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എന്ന് ഭഗവാൻ പറയുന്നു. ഈ ഏകാദശിക്ക് ഭൈമി ഏകാദശി അല്ലെങ്കിൽ ജയ ഏകാദശി എന്ന് മറ്റൊരു പേരും കൂടിയുണ്ട്. എന്നിട്ട് കൃഷ്ണൻ യുധിഷ്ഠിരന് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് സ്വർഗത്തിൽ ദേവേന്ദ്രൻ ഒരു വലിയ ഉത്സവം സംഘടിപ്പിച്ചു. ആ ഉത്സവത്തിലേക്ക് എല്ലാ ദേവന്മാരെയും ഗന്ധർവന്മാരെയും അപ്സരസുകളെയും ഒക്കെ ക്ഷണിച്ചിരുന്നു. എല്ലാവരും കൂടി ഒത്തുചേർന്ന് വലിയ ഡാൻസും പാട്ടുമൊക്കെ ആയിരുന്നു അവിടെ സംഘടിപ്പിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗന്ധർവൻ, മാല്യവാൻ എന്ന ഒരു ഗന്ധർവനും പുഷ്പരന്തി എന്ന് പറഞ്ഞ ഒരു അപ്സരസും ആ സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് അവർ അനുരാഗബദ്ധരായി തീർന്നു. എന്നിട്ട് ഈ മാല്യവാൻ പുഷ്പരന്തിക്ക് വേണ്ടി പാട്ട് പാടുകയും പുഷ്പരന്തി മാല്യവാന് വേണ്ടി നൃത്തം ചെയ്യുകയും ചെയ്തു. അതല്പം അതിരു കടന്നുപോയി. അതുകൊണ്ട് തന്നെ ആ ഒരു സമ്മേളനത്തിന്, ആ ഒരു സദസ്സിന് അതൊരു അരോചകമായി മാറി. പലപ്പോഴും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കപ്പെട്ടിരുന്നത് കൊണ്ട് നൃത്തത്തിൻ്റെ ചുവടുകൾ തെറ്റുകയും ഗാനം ആലപിക്കുന്നതിൽ പിശകു വരികയും ചെയ്തു. അത് ആ ഒരു സദസ്സിനെ അലങ്കോലപ്പെടുത്തി. ഇത്
മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇന്ദ്രൻ ശപിച്ചു. ഇവര് പിശാചുക്കളായി ഭൂമിയിൽ പോയി ജനിക്കട്ടെ, എന്നിട്ട് അവിടെ പിശാചുക്കളായി അവർ ഭാര്യയും ഭർത്താവുമായി ഭൂമിയിൽ ജീവിക്കട്ടെ. കാരണം ആ ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ ദൈവീകമായ ആ ഒരു ഉത്സവത്തിന് ഇവർ രണ്ടുപേരും ഭംഗം വരുത്തി എന്നുള്ളത് കൊണ്ടാണ് ഇന്ദ്രൻ അങ്ങനെ ശപിച്ചത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഭൂമിയിലെത്തുകയാണ്. പിശാചുക്കളായി രാക്ഷസ രൂപം പൂണ്ട് അവരങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ അങ്ങ് വിഷമമായി തുടങ്ങി. എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? തങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടണം, ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു ചിന്ത അവർക്കുണ്ടാവുകയും അവർ നിരന്തരം ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഹിമാലയത്തിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങ് തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അതിന് ഈശ്വര ഭജനം അത് മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് ചിന്തിച്ചിട്ട് ഇവർ ഒരു അരയാലിൻ്റെ ചുവട്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ നാമം ജപിക്കുകയാണ്. അങ്ങനെ ജയ ഏകാദശി ദിവസം വന്നെത്തുന്നു. അവർ അറിയാതെയാണെങ്കിൽ പോലും ഈ ഏകാദശി എന്ന ആ പുണ്യ ദിവസത്തിൽ പങ്കാളികളാകുന്നു. അവർ പ്രാർത്ഥിക്കുന്നു. ഉറങ്ങാതെ ഇരുന്ന് ആഹാരം കഴിക്കാതെ ഇരുന്ന് ഈ ജയ ഏകാദശി ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിറ്റേ ദിവസം പെട്ടെന്ന് തന്നെ ഒരു സ്വർണ്ണരഥം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഇവരുടെ ആ ഒരു പൈശാചിക രാക്ഷസീയ രൂപമൊക്കെ മാറി ഇവർ പഴയ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ആ രഥത്തിൽ കയറി അവരെന്ത് ചെയ്യുന്നു? സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇവരെ കണ്ടതും ഇന്ദ്രന് വലിയ സന്തോഷമായി, അതുകൂടാതെ തന്നെ അത്ഭുതവുമായി. എങ്ങനെയാണ് എൻ്റെ ശാപത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് വീണ്ടും പഴയ രൂപത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് ഇന്ദ്രൻ ചോദിക്കുന്നു. അപ്പോഴാണ് അവർ ആ കഥയെല്ലാം പറയുന്നത്. ഇവർ സ്ഥിരമായി ഇങ്ങനെ വിഷ്ണുനാമം ജപിക്കുകയും അറിയാതെയാണെങ്കിൽ പോലും ഈ ഏകാദശി എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ ശാപമോചനം ലഭിച്ചത് എന്ന് പറയുന്നു. ഇത് കേട്ടതും ഇന്ദ്രന് വലിയ സന്തോഷമാവുകയും ഇന്ദ്രൻ മാല്യവാനെയും പുഷ്പരന്തിയെയും നമസ്കരിച്ചു. അതിന് കാരണമായിട്ട് ഇന്ദ്രൻ പറയുന്നത്, ആർക്കാണോ ശ്രീഹരിയുടെ അനുഗ്രഹം ലഭിച്ചത് അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പുഷ്പരന്തിയും മാല്യവാനും വളരെ സന്തോഷത്തോടു കൂടി പിന്നീടുള്ള കാലം സ്വർഗത്തിൽ താമസിച്ചു. ഇതാണ് ഏകാദശിയുടെ, ജയ ഏകാദശിയുടെ അല്ലെങ്കിൽ ഭൈമി ഏകാദശിയുടെ കഥ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ മാല്യവാനെയും പുഷ്പരന്തിയെയും അങ്ങ് അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളും അവിടുന്ന് തീർത്തു നൽകണമേ, ഞങ്ങൾക്ക് മോക്ഷം നൽകണമേ, അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമേ, അവിടുത്തെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു അവസരം, അതിനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് എപ്പോഴും തരയണമേ, ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കണം. ഇതാണ് ഏകാദശിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകമായി അറിയാനുള്ളത്. നമ്മുടെ ഹിന്ദു ധർമ്മം അനുസരിച്ചിട്ട് ശ്രേഷ്ഠന്മാരെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൂടി ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം ഇന്ദ്രൻ ശപിച്ചു മാല്യവാനെയും പുഷ്പരന്തിയെയും. പക്ഷേ അവർക്ക് എപ്പോഴാണോ ശ്രീഹരിയുടെ അനുഗ്രഹം ലഭിച്ചത് ആ സമയത്ത് ഇന്ദ്രൻ അവരെ നമസ്കരിക്കുന്നു. അതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അതിനകത്തുകൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളോട് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിസ്തരിച്ചാരും പറഞ്ഞു തരില്ല. ശ്രേഷ്ഠന്മാർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിൽ നിന്നും നമ്മൾ ആയിരം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ ഇന്ദ്രൻ പുഷ്പരന്തിയെയും മാല്യവാനെയും നമസ്കരിച്ചു. ഇന്ദ്രൻ പറയുന്നത് ശ്രീഹരിയുടെ അനുഗ്രഹം ആർക്കാണോ ലഭിച്ചത് അവരെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സന്യാസിമാരെയും ഗുരുക്കന്മാരെയും ശ്രേഷ്ഠന്മാരെയും ഒക്കെ നമസ്കരിക്കുന്നത്. പലപ്പോഴും കേരളത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, മറ്റുള്ളവരെ അംഗീകരിക്കുക.
മറ്റുള്ളവരെ നമസ്കരിക്കുക എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമുക്കെന്തോ അത് ഒരു നാണക്കേട് പോലെയാണ്. അതൊക്കെ മാറി മറ്റുള്ളവരെ ബഹുമാനിക്കാനും നമസ്കരിക്കാനുമൊക്കെ ശീലിക്കണം. അതാണ് യഥാർത്ഥ ധർമ്മം. അതുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തര് എപ്പോഴും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്. മാധവ സേവയാണ് മാനവ സേവ. എൻ്റെ ഭക്തരെ സ്നേഹിക്കുകയും എൻ്റെ ഭക്തരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഭഗവാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭക്തരെയാണ് എന്ന് ഭഗവാൻ ആയിരം തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ധാരാളം ആളുകൾ ഒന്നും ആഗ്രഹിക്കാതെ അവർ നിരന്തരം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാഘമേളയിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുംഭമേളയിലൊക്കെ പോകുന്ന സമയത്ത് എത്രയോ മനുഷ്യരാണ് യാതൊന്നും പ്രതീക്ഷിക്കാതെ നിരന്തരം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ല, അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ധർമ്മമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ചെന്നിട്ട് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഞാൻ കുറേ സമയം ക്യൂവിൽ നിന്നു, എനിക്ക് വെള്ളം കിട്ടിയില്ല, ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ ആകരുത് നമ്മളെല്ലാവരും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഥകളിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇനി നമുക്ക് ഹരിവാസര സമയം. ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു സമയമാണ് ഹരിവാസര സമയം. ഈ സമയത്ത് മന്ത്രജപത്തോടുകൂടി നാമജപത്തോടുകൂടി ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. 29-ാം തീയതി രാവിലെ 7:12 മുതൽ അന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് 7:14 വരെ, 29-ാം തീയതി രാവിലെ 7:12 മുതൽ സന്ധ്യയ്ക്ക് 7:14 വരെയാണ് ഹരിവാസര സമയം. അതായത് 29-ാം തീയതി പകൽ രാവിലെ മുതൽ സന്ധ്യ കഴിയുന്നത് വരെ നിരന്തരം നാരായണനാമം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഭഗവാന്റെയും അമ്മ മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.